താഴോട്ട് തൂങ്ങുന്ന ചെവികൾ. കണ്ടു നിന്നപ്പോൾ ഗീർ ഒന്ന് പെറ്റു. ശാരദയെന്ന തള്ളപ്പശു, പെൺകിടാവ്. മെയ്യിൽ അലങ്കാരമേതുമില്ല. പാൽമണം മാറാത്ത പൈക്കിടാവിനെ നക്കിത്തുടച്ച് ശാരദ വാത്സല്യം കാട്ടി. സഹിവാൾ മറ്റൊരു പാൽപശു, ചേലൊത്ത മേനിയും തലയെടുപ്പും, ഒത്ത അച്ചടക്കം. പൈക്കൾ ഇത്രയെങ്കിലും, ബഹുസ്വര പ്രകൃതിയെങ്കിലും യജമാനന്റെ പ്രിയ തോഴികൾ ആരെന്നറിയാൻ ആരും കൗതുകം പേറും. ഗീറും സഹിവാളുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്കിഷ്ടപ്പെടുക എന്നും അതിന്റെ അർത്ഥം വളരെ നല്ല ഈൽഡ് ഉള്ളതും, അതിന്റെ ചാണകവും മൂത്രവും പാലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത്. നാടൻ പശുക്കളിൽ ഏറ്റവും നല്ല ഡയറി ബ്രീഡ് എന്ന് പറയുന്നത് സഹിവാളും ഗീറുമാണ്. ഗീറിന് അഭൂമമായ ക്വാളിറ്റി കൊണ്ട് അതിന്റെ മൂത്രവും ചാണകവും ജൈവവളമായിട്ടും മൂത്രം പെസ്റ്റിസൈഡ്സായിട്ടും, അതായത് ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക്. കണ്ണനെ സ്തുതിച്ച് പൈക്കൾ തലയുയർത്തിക്കഴിഞ്ഞു. കന്നഡ സംഗീതം കേൾക്കാൻ ചെവി വട്ടം പിടിച്ചൊരു നിൽപ്പ്. തൊഴുത്തും അകിടും കഴുകും. പാൽ നുണയാൻ കിടാക്കളുടെ മത്സരം. ചെറുകാമ്പിൽ വിരലുകളോടുന്നതോടെ വാത്സല്യമധുരം വീണ്ടും ചുരന്ന് നേരെ പാത്രത്തിലേക്ക്. പ്രതിദിനം 200 ലിറ്ററോളം പാലുണ്ട്. നാട്ടുപൈക്കളുടെ പാലിന് ഡിമാൻഡ് ഏറെ. ഫൈബർ ക്യാനുകളിൽ അവ നിറയ്ക്കുന്നത് നിരീക്ഷിക്കാൻ രാവിലെ തന്നെ വിനോദെത്തും. പാലിന് ആവശ്യക്കാർ താനേ എത്തിക്കോളും. കറവ കഴിഞ്ഞൊരു സദ്യ. ഗോതമ്പ് തവിട്, ചോളപ്പൊടി, ഉഴുന്ന് തവിട്, കടലപ്പൊടി എന്നിവ പ്രത്യേകം ചാക്കുകളിൽ നിന്ന് പകരും. കർണാടകത്തിലെ മില്ലുകളിൽ നിന്നെത്തിക്കുന്ന പരുത്തിപ്പിണ്ണാക്ക് സ്പെഷ്യലാണ്. വെള്ളം ചേർത്ത് കുഴയ്ക്കും. പ്രത്യേകം പാത്രങ്ങളിൽ പരുവപ്പെടുത്തി അവ ഓരോന്നായി തീറ്റത്തൊട്ടിയിലെത്തിക്കും. തീറ്റയുടെ സുഗന്ധഗന്ധം അവർ നന്നായി ആസ്വദിക്കും. തീറ്റപ്പുൽ സമൃദ്ധമായുണ്ട്. സ്വന്തം കൃഷിയിടത്തിൽ നിന്നും അവ കെട്ടുകളായെത്തിക്കും. സിഗ്നൽ പുല്ലിന്റെ കെട്ടഴിച്ച് നിരത്തുന്നതോടെ തീറ്റത്തൊട്ടിയിൽ തീറ്റ തകൃതി. ഫാമിലെ ദിനചര്യകളുടെ എല്ലാ മേൽനോട്ടവും വിനോദ് ഏറ്റെടുക്കും. ഗോശാല എന്നാൽ പൈക്കളുടെ പ്രകൃതിയെ തടസ്സപ്പെടുത്തുന്നതാവരുതെന്ന് വിനോദിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴുത്തിനോട് ചേർന്ന് ഒരു വിശാല ഇടമുണ്ട്. അവിടെ എത്തിയാൽ കാര്യങ്ങൾ വ്യത്യസ്തം. കാളക്കൂറ്റന്മാർക്കും പൈക്കൾക്കും യഥേഷ്ടം നടക്കാം. കെട്ടിന്റെ ബന്ധനമില്ല. രോഗത്തെ അകറ്റാൻ സമൃദ്ധമായ സൂര്യരശ്മികൾ വേണം. നടക്കാൻ സ്ഥലവും. സൂര്യനാഡിയിൽ തീഷ്ണരശ്മികൾ വീണാൽ പൈക്കൾ ചൈതന്യവതികളാകും. 1.5 പൊക്കമുള്ള ഗീർ കാളക്കൂറ്റന്മാരും വെച്ചൂർ കാളകളുമൊക്കെ യഥേഷ്ടം വിരാജിക്കുന്ന ഇടമാണിവിടം. പ്രകൃതി പ്രജനനം തന്നെ എല്ലാത്തിനും. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങാൻ ഒരു ചെറുവാതിൽ. തുറസായതാണിവിടം. കൽപ്പവൃക്ഷങ്ങളുടെയും കരിക്കിൻ കുലകളുടെയും തണലിൽ ഒരു വിഹാരം വേണം. പാൽ മാത്രമല്ല, നാട്ടുപൈക്കളുടെ സർവ്വതും അമൂല്യമത്രേ. നെയ്യും വെണ്ണയുമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഗീർ നെയ്യ് ഒന്നാന്തരം ഫേസ് പാക്കാണ്.
ബ്യൂട്ടി പാർലറുകാരുടെ നിര തന്നെ വരും ഇത് വാങ്ങുവാൻ. മൺകലത്തിലാണ് നെയ്യും വെണ്ണയുമൊക്കെ സൂക്ഷിക്കുന്നത്. ഉരുള പിടിച്ചും അല്ലാതെയും സൂക്ഷിക്കുന്ന ഗീർ പൈക്കളുടെ വെണ്ണയ്ക്ക് വൻ ഡിമാൻഡാണ്. ഗോമൂത്രം, ചാണകം എന്നിവ പ്രത്യേകം ശേഖരിക്കും. ഒന്നാന്തരം കീടനാശിനികളും കമ്പോസ്റ്റുമൊക്കെ ഉണ്ടാക്കാൻ ഇവ മെച്ചം. ഒരു ബക്കറ്റോളം നാടൻ ഗോമൂത്രത്തിൽ അരയടി നീളത്തിൽ പുകയിലയും ഒരിതൾ കറ്റാർവാഴയും പാകത്തിന് വേപ്പലയുമിട്ട് ഇളക്കി ഒരാഴ്ച അടച്ചു സൂക്ഷിച്ചാൽ ഒന്നാന്തരം കീടനാശിനിയായി. പ്രാണികളും കൊതുകുകളും വരെ പമ്പ കടക്കും. 50ഓളം രോഗങ്ങൾക്ക് പ്രതിവിധി കൂടിയാണിത്. കമ്പോസ്റ്റ് നിർമ്മാണത്തിനും വിനോദിന്റെ നേരിട്ടുള്ള മേൽനോട്ടമുണ്ട്. ഹരിതവഴുതനയുടെ നല്ലൊരു തോട്ടം വിനോദിനുണ്ട്. നിത്യവും അവിടെ സന്ദർശിക്കും. ജീവാമൃതമാണ് വളം. വഴുതന കൂടാതെയുള്ള ജൈവവിളകളുടെ ചൈതന്യം കണ്ടറിയാൻ വിനോദിനൊപ്പം നടന്നു. മുഴുത്തു മിനുത്ത കുലകൾ നിറഞ്ഞു നിൽക്കുന്ന വാഴത്തോട്ടങ്ങൾ. എല്ലാത്തിന്റെയും അഴക് മഹാലക്ഷ്മിയുടെ ജൈവവളം തന്നെ. തോട്ടത്തിന് താഴെ ചാലുകളിലൂടെയുള്ള വളപ്രയോഗം വാഴയെ ഉയരങ്ങളിലെത്തിക്കുമെന്ന് വിനോദ് പറയുന്നു. നാട്ടുപൈക്കളും ജൈവകൃഷിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇടവിളയായി ചേനയും കാന്താരിയുമൊക്കെ പടർന്ന തോട്ടത്തിലൂടെ പോകാം. കാന്താരിക്കും പച്ചക്കറികൾക്കും കണ്ണൻ ചേമ്പിനും കൂട്ടാണ് പൈക്കൾ. പാളയൻകോടനും ഞാലിപ്പൂവനും ഏത്തനുമൊക്കെ രുചിക്കൂട്ടുകളായി ഇവിടെ നിറയുന്നു. കുറിയ തെങ്ങുകൾ കുലച്ചുമറിയാനും നെയ്ക്കുമ്പളത്തിന് കയറിപ്പോകാനുമൊക്കെ അവർ തന്നെ കൂട്ട്. പച്ചപ്പിന്റെ ഹരിതമിഴിവ് ആസ്വദിച്ച് മുറവഴയ്ക്കൽ പുഴയുടെ മർമ്മരം കേട്ട് നടക്കാം. ലാഭമില്ലാതെ ഒന്നിനുമിറങ്ങില്ലെന്ന കച്ചവട കാഴ്ചപ്പാടില്ല. ഭാരതത്തിന്റെ കരുത്തും കാന്തിയും തേടിയുള്ള യാത്രകൾ ഓരോന്നായി വിനോദ് പറഞ്ഞു. അതിജീവിച്ച പ്രതിസന്ധികളും യാതനകളും അതിലുണ്ടായിരുന്നു. ചെറിയ ചില്ലയായ തന്നെ കാലം പക്വതപ്പെടുത്തി കാമ്പുള്ള മരമാക്കി മാറ്റിയ കഥ പങ്കുവച്ചു. പുഴയോടൊപ്പം ഞങ്ങൾക്കായി മനസ്സ് തുറന്നു. ഇവരതിപ്പോ ഈ ഗ്രാമത്തിന്റെ ഒരു ഭംഗി ശരിക്കും ഒരു സ്വർഗീയ സുന്ദര ഭൂമി തന്നെയാണ്. ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഈ ഗ്രാമത്തിൽ തന്നെ ജനിച്ചു വളർന്ന് ജീവിക്കേണ്ടി വന്നതിനാലാണോ വിനോദിന് ഇത്ര നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തിയിലേക്ക് വരേണ്ടി വന്നതെന്ന് ഞങ്ങൾ കരുതുന്നു. എന്തു തോന്നുന്നു? തീർച്ചയായിട്ടും ജനിച്ചു വളർന്ന നാടാണ്. എന്റെ നാടിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗൃഹാതുരത്വം, നാടിന്റെ ആ പച്ചപ്പും ഗ്രാമീണതയുടെ ആ ഒരു അന്തരീക്ഷവും എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴും നാടിന്റെ നന്മ എന്നെ പ്രേരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ മഹാലക്ഷ്മി ഗോശാലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2 ഡസനോളം തന്നെ വിവിധ തരത്തിലുള്ള പൈക്കളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ പോയി ഇതിനെ സംഘടിപ്പിച്ച് വിപുലമായ ഒരു ശേഖരം ഒരുക്കുവാൻ വലിയൊരു അലച്ചിൽ വേണ്ടി വന്നിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഇപ്പം എന്റെ കയ്യിൽ ഏകദേശം 100 പശുക്കളോളം നാടൻ പശുക്കളും കിടാക്കളും ഒക്കെ ആയിട്ടുണ്ട്. പഞ്ചാബിലും ഗുജറാത്തിലെ ബോർഡറുകൾ കാങ്കറേജ് എന്ന് പറഞ്ഞ സ്ഥലം, കാങ്കറേജ് വീട്, നല്ല സഹിവാളിനെ കണ്ടെത്തുവാനായിട്ട് പല വലിയ ഗോശാലകളിലും ഒരുപാട് നാള് നമ്മൾ നടക്കുകയും അവിടുന്ന് കൊണ്ടുവരാൻ വലിയ ശ്രമകരമായ ദൌത്യവും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ വിനോദ് എത്ര നാളായി ഈ സബരി തുടങ്ങിയിട്ട്? ഇത്രയും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഗൗരവപരമായിട്ട് ഞാൻ എടുത്തിട്ടൊരു 3 വർഷമാണ്. വലിയ രോഗങ്ങളും രോഗ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ക്യാൻസർ അതുപോലുള്ള വലിയ ഇപ്പൊ ഇതിനെപ്പറ്റിയുള്ള ഞാൻ എന്റെ വെളിയിലുള്ള യാത്രകളിൽ നിന്നൊക്കെ എനിക്ക് വലിയ അറിവുകൾ കിട്ടാനിടയായിട്ടുണ്ട്. ഇതൊക്കെ മലിനീമസമായ നമ്മുടെ അല്ലെങ്കിൽ വ്യാവസായികമായ ഉള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ ജൈവിക ഘടന അല്ലെങ്കിൽ പ്രകൃതിദത്തമായ സംവിധാനങ്ങളൊക്കെ ഇല്ലാണ്ടായി ഇപ്പൊ കോസ്മെറ്റിക് ആയിട്ടുള്ള ജീവിത സംവിധാനങ്ങളെ ആ ഘടനയാണ് ഉണ്ടാകും. അപ്പൊ അതിൽ നിന്നുണ്ടായ തിക്തഫലങ്ങളാണ് എന്നെ ഇങ്ങനെയുള്ള ഒരു ജൈവ കൃഷിയിലേക്കും ഈ നാടൻ പശു വളർത്തല് ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ മുൻപോട്ടുള്ള തലമുറകൾക്ക് വേണ്ടിയിട്ടുമാണ്. തീർച്ചയായിട്ടും അതാണ് എന്റെ ഒരു ലക്ഷ്യം. ഇപ്പൊ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ അമൂല്യമായ ഒരു സമ്പത്താണ് വിനോദ് നേടിയിരിക്കുന്നത്. എന്താണ് അടുത്ത ലക്ഷ്യം?
വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഈ നാടൻ പശു വളർത്തലിനോടനുബന്ധിച്ചുള്ള അതിനെ പ്രോഫിറ്റബിൾ ആക്കി നടത്തി കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യം ഒരുക്കാനായിട്ട് ഇനി നഗരങ്ങളിലേക്ക് ഇതിന്റെ വിപണനവും അതിന്റെ സംവിധാനങ്ങളും നേടേണ്ടതുണ്ട്. ഞാനിപ്പോൾ തിരുവല്ലയിൽ തന്നെ എന്റെ ആദ്യ സ്റ്റോർ മഹാലക്ഷ്മിയുടെ ജൈവ വളവും ജൈവ ഫെർട്ടിലൈസർ, പ്രകൃതിദത്തമായ ജൈവ കീടനാശിനി, അതിന്റെ മിൽക്ക്, അതിന്റെ ഗീ, ഇതെല്ലാം തിരുവല്ലയും കോട്ടയത്തും ഒക്കെ വിപണനം ചെയ്യാനുള്ള പുതിയ ശാഖകൾ ആരംഭിക്കുന്നതുമായിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അത്തരം ലക്ഷ്യങ്ങൾ വളരെ വേഗം സാക്ഷാത്കരിക്കാനാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹാലക്ഷ്മി എല്ലാ ഐശ്വര്യവും താങ്കൾക്ക് തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ക് യോജിച്ചതിനെ അത് അവസാനം വരെ നിലനിർത്തുമെന്ന മഹാഭാരത സന്ദേശം പേറി മഹാലക്ഷ്മി ഗോശാലയുടെ നായകൻ നടക്കും. ആ വഴികൾ അനന്തമാണ്, അവർണ്ണനീയവും. വിനോദുമായി സംസാരിക്കാം. വിനോദ്, മഹാലക്ഷ്മി ഗോശാല, നടക്കൽ, കുന്നംതാനം, പത്തനംതിട്ട. ഫോൺ 8943344620, 8943344058. മഹാലക്ഷ്മി ഗോശാലയിലെ കാഴ്ചകൾ കണ്ടല്ലോ. മറ്റൊരു കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഗോപു